ഇഷ്ടപ്പെട്ടില്ല. ഇന്നലെ വൈകുന്നേരമില്ലേ കുട വിരിച്ച പോലെ ക്രിസ്തുമസിന്റെ വരവറിയിച്ച ക്രിസ്തുമസിന് വളരെ മുൻപ് തന്നെ നമ്മുടെ വീട്ടിലെത്തിയിരിക്കുന്നു. കേക്ക് കട്ടിങ്ങിന്റെ ഒഫീഷ്യൽ ആൾ എത്തിയിരിക്കുകയാണ്. ചില വർക്കുകൾ ചെയ്യുമ്പോ സംസാരിക്കാൻ പറ്റൂല, കാരണം ആ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കും. അപ്പൊ തരാം. നല്ല ടേസ്റ്റ്. തടസ്സങ്ങളൊക്കെ മാറി സന്തോഷത്തിന്റെ വാർത്തകൾ എല്ലാ വീടുകളിലും ഉണ്ടാകട്ടെ കേട്ടോ. ഇനി നീട്ടിക്കൊണ്ട് പോയാൽ പറ്റൂല. ഒരുപാട് പേര് ഹായ് ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഹായ് സ്വീകരിച്ചോളണോട്ടോ. ദുബായിൽ സമയം എത്രയാണ്? ഇത്തവണ കേക്ക് വന്നത് വേറെ ഒരു വ്യത്യസ്തതയുള്ള ഇടത്തുനിന്ന്. സന്തോഷം നിറഞ്ഞ ദിവസങ്ങൾ എല്ലാവർക്കും വിരിയട്ടെ. ഇവർ നടന്നു കഴിയുമ്പോൾ ആൾക്കാരുടെ ഇടി തുടങ്ങുമ്പോൾ ഞാൻ മാറുന്നില്ലായിരുന്നു. അമ്മക്ക് ചേന ഇട്ടത് കാരണം എരിശ്ശേരി ഇഷ്ടപ്പെട്ടില്ല. എന്തിനാ അമ്മ പിന്നെ ചേന ഇട്ടത്? അമ്മക്ക് എന്നാ ചേന ഇടുന്നത് ഇഷ്ടമല്ലാത്ത? സാധാരണ അമ്മ എരിശ്ശേരി ഉണ്ടാക്കുമ്പോ ചേന ഇടാറില്ല. പെട്ടെന്ന് വേവും. അത് നല്ല ചേനയില്ല. ചേന ഉണ്ടെന്നൊന്നും അറിയൂല. പയറ് തേങ്ങ വറുത്തിട്ടു. ഇന്ന് പതിവില്ലാതെ എരിശ്ശേരിയുടെ ഒപ്പം എനിക്ക് കൂണുണ്ട് കേട്ടോ. നമ്മുടെ പറമ്പിലുണ്ടായതാ കൂണ് തോരൻ. ഓ, നമ്മുടെ പറമ്പിലുണ്ടായ കൂണിന് എന്നാ രുചിയാ. മേടിക്കണമെന്നൊന്നും അല്ല. ഇന്നലെ വൈകുന്നേരമില്ലേ കുട വിരിച്ച പോലെ, അല്ല കുട വിടുത്തി വെച്ചേക്കും പോലെ. ആണോ? പാ വിരിച്ച പോലെ ഇങ്ങനെ. മേടിക്കണതിനൊന്നും അല്ല. ഇവിടെ 3 നേരം നോക്കി ഒന്നുമില്ല. വൈകുന്നേരവും ഇല്ലേ? അയ്യോ, ഒട്ടുപോലുമില്ല. രാത്രി ഉണ്ടെങ്കിൽ രാത്രിയിൽ കുറച്ച് പടം എടുക്കാൻ നോക്കിയിരിക്കുക. ഇല്ല, ഞാൻ ഓർത്ത് ഓരനെങ്കിലും കാണും. ഒന്നുമില്ല. ഞാൻ പള്ളിമണി അടിച്ചു കഴിഞ്ഞ് പോയി. ആണോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി രാവിലെ ആണെങ്കിലും നോക്കാനും പെറുക്കാനും നേരമില്ല. അപ്പൊ ഇന്നൊരു വളരെ സന്തോഷമുള്ളൊരു കാര്യം പറയാനായിട്ട് ഇവിടെ വന്നിരിക്കണം. കുളിച്ചു മാലയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇനിയിപ്പോ പറ്റൂല. അതൊന്നും വേണ്ട. വേണമെന്നുണ്ട്, പക്ഷെ ഇനി അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇടാൻ പറ്റൂല. ഇപ്പൊ എന്നാ പറയാൻ വന്നേന്ന് പറഞ്ഞാൽ ഇതൊന്ന് സൂം ചെയ്തു. നല്ല ഒരു A ക്ലാസ് കേക്കാ തുറന്ന് കാണിക്കാം. ക്രിസ്തുമസിന്റെ വരവറിയിച്ച ക്രിസ്തുമസിന് വളരെ മുൻപ് തന്നെ നമ്മുടെ വീട്ടിലെത്തിയിരിക്കുന്നു. അപ്പൊ ഇത് കട്ട് ചെയ്യാൻ ഞാൻ അശക്തയാ. കാരണം പ്രേക്ഷകർക്ക് അറിയാം, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ആ ഭാഗം എന്റെ വളരെ വീക്കാണ്. അപ്പൊ ഇവിടെ പെർഫെക്റ്റ് ആയിട്ടുള്ള 2 പേരുണ്ട്. അതിൽ ഒരാള് ക്യാമറ റണ്ണിങ്ങിലാണ്, ഒരാള് ക്യാമറ റണ്ണിങ്ങിലാണ്, ഒരാളിപ്പ വരും കട്ട് ചെയ്യാൻ റെഡിയായി. അപ്പൊ കട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാം. നിങ്ങൾക്ക് ഇതിലൂടെ ഒന്ന് സമർപ്പിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദ്യം കഴിക്കുക. അപ്പൊ എന്നാ ചെയ്യണേ അല്ലാതെ കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. ഒന്ന് തുറക്കട്ടെ. ഇങ്ങനെ കണ്ടാ കാണാൻ പറ്റും. അപ്പൊ എല്ലാ പ്രേക്ഷകർക്കും അഡ്വാൻസ് ക്രിസ്മസ് വിഷസ് ഞങ്ങൾ നേരുകയാണ്. അറിയിക്കുന്നു. ബിക്കോസ് ഡിസംബർ ഈസ് ദ സീസൺ ഓഫ് സെലിബ്രേഷൻസ്. അടിപൊളി. നമുക്ക് എല്ലാ വർഷവും ഇങ്ങനെ ഒരു കേക്ക് വരാറുണ്ട് കേട്ടോ, ക്രിസ്മസിന് മുന്നോടിയായിട്ട്. അപ്പൊ ഇത്തവണ നമുക്ക് വന്നിരിക്കുന്ന ഇത് എനിക്ക് തോന്നുന്നു പിസ്താഷ്യോ ആണെന്ന് തോന്നുന്നു. നമുക്ക് തുറക്കാം. അതെ അതെ, മാറ്റി തുറക്കുമ്പോ ശരിക്കും കാണാൻ പറ്റും. ഞാൻ ഇങ്ങനെ ഇപ്പൊ എങ്ങനെ തുറന്നു വെച്ചതിന് ഇത് മാറ്റട്ടെ. അപ്പൊ ഇപ്പൊ വരും. അപ്പൊ പിന്നെ ഇത് മാറ്റണേന് കുഴപ്പമില്ലല്ലോ. മാറ്റി പ്ലേറ്റിലേക്കോ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ അങ്ങ് മാറ്റിയേക്കാം. ഏതായാലും കട്ട് ചെയ്യാൻ പോവല്ലേ. കേക്ക് കട്ടിങ്ങിന് അമ്മ അതിന്റെ അടുത്ത് അതിന് വരാറില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. ബിക്കോസ് നല്ല അടിപൊളി കേക്കാ, സെറ്റപ്പ് അല്ലേ. കേക്ക് കട്ടിങ്ങിന്റെ ഒഫീഷ്യൽ ആൾ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇത് വളരെ കോൺസെൻട്രേറ്റഡ് ആണ് പതിവ് പോലെ തന്നെ. അതുകൊണ്ട് കേക്ക് കട്ടിങ്ങിൽ അപ്പ അധികം സംസാരിക്കുന്നതല്ല. പക്ഷെ അപ്പയ്ക്ക് വേണ്ട പ്രോപ്പർട്ടീസ് അമ്മ റെഡിയാക്കിയിട്ടില്ല കേട്ടോ. ഒന്ന് കേക്ക് കട്ടിങ്ങിന് അപ്പയ്ക്ക് യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ്. അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ക്രിസ്മസ് ആശംസകൾ നേരുന്നു. ഞങ്ങളുടെ വക എല്ലാവർക്കുമായിട്ട് ഈ കേക്ക് അങ്ങ് സമർപ്പിക്കുവാണ് കേട്ടോ. ഇനിയും ക്രിസ്മസിന് ധാരാളം കേക്കുകൾ കഴിക്കാനും മധുരം പങ്കുവയ്ക്കാനുള്ള ഒരുപാട് നിമിഷങ്ങളും നിങ്ങളുടെ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവട്ടെ. അപ്പൊ എന്തൊക്കെയോ മെഷർമെന്റിലാണ് ഇത് കട്ട് ചെയ്തിരിക്കുന്നത്.
വേറെ ഡിഷ് വേണമെങ്കിൽ തരാം. ഒരു സ്റ്റീൽ പ്ലേറ്റും കൂടി ഇങ്ങ് എടുക്കാം. തരാം. ഇതല്ലേ ഉദ്ദേശിച്ചത്? സ്റ്റീൽ പ്ലേറ്റ് തരാം. ഇതാണ് അപ്പയുടെ ഫേവറേറ്റ് ടൂൾ ഫോർ കേക്ക് കട്ടിങ്. ഡബ്ബകൾ വേറെ വേണോ? അല്ല അടപ്പം കൂടെ ഞാൻ ഒന്നേക്കാം. ഇത് അല്ലെങ്കിൽ വേണ്ടെന്ന് തോന്നുന്നു. അപ്പയുടെ ടൂൾസ് ഇതുവരെയും എത്താത്തതിൻ്റെ ഒരു ചെറിയ പരിഭവമുണ്ട്. അമ്മ ടൂൾസ് എടുക്കാൻ പോയിട്ടുണ്ട്, പക്ഷെ അപ്പയ്ക്ക് കറക്റ്റ് ആയിട്ടുള്ള ടൂൾസ് കിട്ടിയിട്ടില്ല. വേണ്ടാടി. അങ്ങനെ ചെയ്താൽ മതി. വേറൊരു ഡബ്ബയും കൂടെ വെക്കാൻ വേണ്ടിയില്ലേ? ക്രിസ്മസ് പ്രമാണിച്ച് എല്ലാവരുടെ വീടുകളിലും കേക്ക് എത്തിയോ? നമുക്ക് ഷോപ്പിങ്ങിന് പോകുമ്പോ മേടിക്കാം. ക്രിസ്മസ് ഷോപ്പിംഗ്. പിസ്താഷ്യോ കേക്ക് ഇവിടെ അങ്ങനെ മേടിച്ചിട്ടില്ല കേട്ടോ. പിസ്താഷ്യോ ആണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമുക്കറിയില്ല ഏതാണ്. ഗ്രീൻ കളർ കണ്ടോണ്ട് ഒതുക്കണ്ട. ഡബ്ബയുണ്ട്, ഡബ്ബകൾ കുഴപ്പമില്ലല്ലോ. ഏതിൽ വേണമെങ്കിലും വെച്ചോ. കേക്ക് കട്ടിങ്ങിന്റെ മാസ്റ്റർ ക്ലാസ്സിനായി ഇവിടെ സമീപിക്കുക. പക്ഷെ അപ്പൊ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് സംസാരിക്കില്ല കേട്ടോ. സൂം ചെയ്യണോ? അപ്പൊ ചെയ്യാം. ചില വർക്കുകൾ ചെയ്യുമ്പോ സംസാരിക്കാൻ പറ്റൂല. കാരണം ആ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കും. കുക്കിംഗ് ആണെങ്കിലും ക്രാഫ്റ്റ് വർക്ക് ആണെങ്കിലും ഇങ്ങനെയുള്ള വർക്കുകൾ എപ്പോഴും സംസാരിക്കൂല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നീ ചെയ്യണ വർക്കിനും അങ്ങനെ തന്നെ നിനക്ക് കോൺസെൻട്രേഷൻ വേണ്ട. അതുപോലെ ഞങ്ങൾ ചെയ്യണ വർക്കുകളും അങ്ങനെ തന്നെ. മനസ്സിലായോ? കാര്യം പിടികിട്ടിപ്പോ. പിന്നെ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്ത് വേറെ ആര് പറഞ്ഞു തരും? അതാണ് അമ്മ മാജിക്. അതിലത് മതിയായിരിക്കും എടുക്കാനല്ലെങ്കിൽ പാടല്ലേ. മറ്റേ വേറെ വെക്കണ്ട. ഇതിലൊക്കെ വെച്ചു. രണ്ടു നേരം വെക്കണ്ട, അലമ്പായി പോവും. ഇതിപ്പോ 2 പാത്രം കൊണ്ട് ഒതുങ്ങൂല്ലെങ്കിൽ വേറൊരു ചെറുതും കൂടെ എടുക്കാം. എന്നാന്ന് വെച്ചാൽ ഈ അലമ്പാക്കി വെച്ചാൽ പറ്റൂല്ലോ. എന്റെ വക നോക്കട്ടെ. ഇച്ചിരി മതി കേട്ടോ. സൂപ്പറാ. ഒരു പ്രത്യേക രുചി അല്ലേ? വേറൊരു ടേസ്റ്റ്. ശരിയാണ്, ഒരു പ്രത്യേക രുചിയാണ്. ഇതുവരെ ഇല്ലാത്തൊരു ടേസ്റ്റ്. അപ്പൊ തരാം. നല്ല ടേസ്റ്റ്, ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മള് ഈ ഫ്ലേവർ ഇതുവരെ കഴിക്കാത്തോണ്ടേ കേക്ക് കഴിക്കുമ്പോ ഒരു വ്യത്യസ്തമായ രുചി ഫീൽ ചെയ്യണം. നല്ലതാട്ടോ, പക്ഷെ ഒരു വ്യത്യസ്തമായ രുചി. നമുക്ക് വളരെ പ്രിയപ്പെട്ടവർ തന്നെയാണ്. നമുക്ക് വളരെ പ്രിയപ്പെട്ടവരാ, നമ്മുടെ സ്വന്തം ആള് തന്നെ. അതെ, കേക്കുമായി എത്തിയിരിക്കുന്നത്. അപ്പൊ പതിവിന് വിപരീതമായി മത്തങ്ങ 2 എണ്ണവും 2 പപ്പായയാണ് കൊണ്ടുവന്നേക്കണേ. എരിശ്ശേരി. മറ്റേ ബിസ്മി റെയിൽവേ പണി ആയതുകൊണ്ട് കുറെ നാള് പോക്കില്ലായിരുന്നു. ഇന്നിപ്പോ ഒരു വാട്സപ്പിൽ ഇട്ട ഓഫർ ഉണ്ടെന്ന് പറഞ്ഞാൽ പോയതാ. അവിടെ പറഞ്ഞു വഴിയിടല്ലേ. ഒരു സൈഡിലേക്ക് മീനെ വെക്കണ്ട. അമ്മ ഇവിടെ എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇതെങ്ങനെയാണെന്നൊക്കെ ഒന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇങ്ങനെയുള്ള സാധനങ്ങളാ. പിന്നെ അമ്മ ആ കരവിരുത് അങ്ങ് വിട്ടുകൊടുത്തു. ഞാൻ കട്ട് ചെയ്ത് ആകെ കൊളാവൂന്ന് എനിക്കറിയാം. അഡ്വാൻസ് ആയിട്ട് പറയണതല്ലാതെ ഇങ്ങനെയാണത്. എത്രയ്ക്ക് പറ്റിയ നിങ്ങളുടെയൊക്കെ പോലെ ടേസ്റ്റ് ഉള്ള വേറൊരാളുണ്ട് നമ്മുടെ കൂട്ടത്തില്. പലരും ഉണ്ടാവും. നമ്മള് ജാസ്മിൻ ചേച്ചിക്കൊക്കെ നല്ല ടാലന്റഡ് ആണ്. അതുകൂടാതെ തറവാട്ടിലെ അമ്മു നല്ല ടാലന്റ്, നന്നായിട്ട് കേക്ക് ബേക്ക് ചെയ്യും. അതുകൂടാതെ
ഇതുപോലെ കട്ട് ചെയ്യാൻ. വലിയപ്പയുടെ വീട്ടിൽ വന്നപ്പോൾ അന്ന് കണ്ടില്ലേ ചെയ്യണം. അപ്പൊ കേക്ക് ഇങ്ങനെ കറക്റ്റ് മെഷർമെന്റിൽ പാർട്ട് ബൈ പാർട്ടായിട്ട് കട്ട് ചെയ്തിട്ട് അത് വീണ്ടും ചെറിയ ചെറിയ പീസുകളായിട്ട് കറക്റ്റ് മെഷർമെന്റ് ആട്ടോ അപ്പൊ നോക്കുന്നേ, ആ പീസുകളായിട്ട് മുറിച്ച് ഓരോ പാത്രത്തിൽ അടച്ചു വെക്കുകയാണ്. അത് ഫുള്ള് ഞാൻ എടുത്തിട്ടില്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് ലോങ് പ്രോസസ്സാണ്, അതുകൊണ്ട് ഞാൻ ഫുള്ള് എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതേ രീതിയിലാണ് എല്ലാം കട്ട് ചെയ്ത് ടംബ്ലറിൽ സൂക്ഷിച്ചു വെക്കുന്നത്. കേക്ക് കട്ട് ചെയ്തപ്പോൾ പലതവണ കഴിച്ചു കേട്ടോ, അതുകൊണ്ട് ദേ ഇപ്പോൾ നിങ്ങളെ കാണിച്ച് കഴിക്കുമ്പോൾ കുഞ്ഞി പീസ് എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും കേക്ക് കിട്ടിയോ? കിട്ടിയില്ലെങ്കിലേ കുഞ്ഞു പീസല്ല, നിങ്ങൾക്ക് വലിയ പീസ് തരാം കേട്ടോ. ഇതിനകത്ത് വലിയ പീസ് ഉണ്ട്. ഇത് മൊത്തം നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുകയാണ്. എന്താ ഇതങ്ങ് എടുത്ത് തരാവേ. ആ ഇതാ ഇത് നിങ്ങൾക്കായിട്ട് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. കാണാനില്ല. ആ അതെ, ഇതാണ് സമർപ്പിക്കുന്നത്. ഇങ്ങനെ നീക്കിക്കോ. കിച്ചണിൽ ഓടി വന്നതാട്ടോ. ഓക്കെ, കേക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. നല്ല കേക്കാ, ഒരു ഡിഫറെന്റ് ഫ്ലേവർ ആട്ടോ. ഞങ്ങൾ ഇതുവരെ അങ്ങനെ കഴിച്ചിട്ടില്ലേ ഫ്ലേവർ കഴിച്ചിട്ടില്ല നമ്മൾ. അതെ അതെ, അതുകൊണ്ടായിരിക്കാം ഒരു ഫ്ലേവർ ചേഞ്ച് ഫീൽ ചെയ്തത് കേട്ടോ. അപ്പം ഇനി ഇതൊന്ന് കഴിക്കുകയാണ്. വെരി യമ്മി. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി അഡ്വാൻസ് ക്രിസ്തുമസ് ആശംസകൾ. എല്ലാവരും മധുരം കഴിക്കുക, പങ്കുവയ്ക്കുക, ആഘോഷിക്കുക. പുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ വിശ്രമിച്ചിരിക്കുക. കേക്കൊക്കെ കഴിച്ചല്ലോ. കേക്കൊക്കെ കഴിച്ച് പുളിയും കഴിഞ്ഞ് സന്തോഷവതിയായിട്ടിരിക്കുക. കാരണം 2024 ഡിസംബർ 1 വർഷങ്ങളായിട്ട് ഡിസംബർ 1 ഇവിടെ ഒരു കേക്ക് വണ്ടി വരാറുണ്ട് സാധാരണ. ആ കേക്ക് വണ്ടി വന്നത് ഇവിടുത്തെ ഹസ്ബൻഡിൻ്റെ പെങ്ങളും മോളും കൂടെയാണ്. വില്ലേജ് രണ്ടാമത്തെ ചേച്ചി മോളും കൂടെയാണ്. അതായത് കുഞ്ഞിനാമ കൊച്ചുങ്ങളും ഏഞ്ചലും. ഇപ്പോൾ 2 വർഷമായിട്ട് കൊച്ചുങ്ങൾക്ക് പാടില്ലാതെയായി ക്ഷീണിതയായിട്ടിരിക്കുവാണ്. അപ്പം ഇത്തവണ ഒരു കേക്ക് വണ്ടി വന്നത് വളരെ അപ്രതീക്ഷിതമായിരുന്നു. കുഞ്ഞിനാമ കൊച്ചുങ്ങളും കൊണ്ടുതന്നെ കേക്ക് വണ്ടി പന്തലിലെ കേക്കാണ്. എല്ലാ വർഷവും ഡിസംബർ 1 അമ്മയും മോളും കൂടെ വരും ഇവിടെ. ഇവിടെ മാത്രമല്ല, ജ്യേഷ്ഠൻ്റെ വീട്ടിലും പിന്നെ ജിസിയാൻ്റെ അനിയത്തിയുടെ വീട്ടിലും എല്ലാം 2-3 സ്ഥലങ്ങളിൽ ചുറ്റിക്കറങ്ങിയാണ് ഇവിടെ കേക്ക് വണ്ടി എത്തണത്. ആ വീടുകളിലെല്ലാം പ്രോന്തി കിട്ടും അമ്മയും മോളും കൂടെ. ഇത്തവണ കേക്ക് വന്നത് വേറെ ഒരു വ്യത്യസ്തതയുള്ള ഇടത്തുനിന്നാണ്. ഇവിടുത്തെ തന്നെ ക്ലോസ് റിലേഷൻ ആൻഡ് ഫാമിലി ഫ്രണ്ട് ഫ്രം കാനഡ. അവർ കാനഡയിൽ നിന്ന് ഡിസംബർ മാസം ആഘോഷിക്കാനായിട്ട് നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഫാമിലി ഇവിടെ വളരെ ക്ലോസ് ആയിട്ടുള്ളതും വളരെ വേണ്ടപ്പെട്ടവരുമാണ്, ലവിങ് ആയിട്ടുള്ളവരാണ്. അവരിവിടെ വന്നു കഴിഞ്ഞപ്പോൾ നാട്ടിൽ വന്നിട്ട് അവരൊരു കേക്കുമായിട്ടാണ് ഞങ്ങളെ കാണാനായിട്ട് വന്നത്. അപ്പോൾ ആ കേക്കിൻ്റെ സോഫ്റ്റ്നെസ്സും ആ ഭംഗിയും കണ്ട് കുറച്ച് നേരം ആസ്വദിച്ചിരുന്നു. എൻ്റെ ഈ കുപ്പായത്തിൻ്റെ ഏതാണ്ട് കളറ് ലൈറ്റ് അല്ല, നിങ്ങൾക്ക് ഇതിനോടകം നിങ്ങൾക്ക് കട്ട് ചെയ്തൊക്കെ കണ്ടു. കേക്ക് ഓൾറെഡി കട്ട് ചെയ്തൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അത് കേക്ക് കഴിച്ചത് കണ്ടു. അതപ്പം എപ്പോഴും ഇങ്ങനെ കേക്കുകൾ കട്ട് ചെയ്യണ അപ്പയാണ് ഇവിടെ. അത് നിങ്ങൾക്കറിയാം, ഹസ്ബൻഡാണ് കട്ട് ചെയ്യണത്. അപ്പം ഈ കേക്കിൻ്റെ മധുരം പോലെ തന്നെ എല്ലാവർക്കും ഈ വർഷം ഇപ്പം ഡിസംബർ അവസാനിക്കുമെന്ന് എല്ലാവർക്കും അറിയാലോ. ഈ വർഷം 2024 അത് കഴിഞ്ഞിട്ട് 2025 സന്തോഷം നിറഞ്ഞ ദിവസങ്ങൾ എല്ലാവർക്കും വിരിയട്ടെ. ജീവിതത്തില് എല്ലാവർക്കും വിരിയട്ടെ. പിന്നെ സുഖദുഃഖ സമ്മിശ്രമാണ് നമ്മുടെ ജീവിതം. എങ്കിലും തടസ്സങ്ങളൊക്കെ മാറി സന്തോഷത്തിന്റെ വാർത്തകൾ എല്ലാ വീടുകളിലും ഉണ്ടാകട്ടെ കേട്ടോ. കൂട്ടത്തിൽ നമുക്ക് കുറച്ച് പേർക്ക് ഹായ് പറയാനുണ്ട്. കുറച്ച് പേരുടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2024 ഡിസംബർ മാസം, എല്ലാ വർഷവും ഡിസംബർ മാസം എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാസമാണ്. കാരണം ഒരു വർഷം തീരുവാണ്, അത് കഴിഞ്ഞിട്ട് പുതുവത്സരത്തിലേക്ക് പിന്നെ പ്രവേശിക്കുക. അപ്പം മഞ്ഞുകാലം, തണുപ്പ്, ക്രിസ്മസ് കരോള്, ക്രിസ്തുമസ്. ഞങ്ങളെ സംബന്ധിച്ച് മുളന്തുരുത്തിൽ വേറൊരു പിന്നെ ന്യൂ ഇയർ വരണു. വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂബിലി സ്മരണ പെരുന്നാൾ മുളന്തുരുത്തി പള്ളിയിൽ 18 തുടങ്ങി 21 തീരും. 18, 19, 20, 24 ദിവസത്തെ പെരുന്നാളാട്ടോ. അപ്പം അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ പ്രദേശത്തുണ്ട്. പിന്നെ ഡിസംബർ 1 നമ്മൾ സ്റ്റാർ ഇടും. ഡിസംബർ 1 അപ്പം റിട്ടയർ ആവുന്നതിന് മുമ്പ് വരെയും
ഗോണിയെ കയറി നിന്ന് ഞാൻ സ്റ്റാർ ഇടൂല. റിട്ടയർ ആയതിനു ശേഷം അപ്പയ്ക്ക് ആ വകുപ്പ് അങ്ങ് കൈമാറി അപ്പ അത് സ്റ്റാർ തൂക്കും. 15-ാം തീയതി ആകുമ്പോഴേക്കും ട്രീയും പുൽക്കൂടും. 15-ാം തീയതി ആകുമ്പോ അത് ഞാനല്ല അതിന്റെ ആള്. ട്രീയും പുൽക്കൂടും ഒക്കെ ഒരുക്കൽ പരിപാടികളെല്ലാം മകളാ ചെയ്യണേ. അത് 15-ാം തീയതി 16-ാം തീയതി അത് വീക്കെൻഡ് അനുസരിച്ച്. 15-ാം തീയതി ഇപ്പൊ വർക്കിംഗ് ഡേ ആണെങ്കിൽ നടക്കില്ല കേട്ടോ. ആ സമീപമുള്ള വീക്കെൻഡിലായിരിക്കും ആ പരിപാടി ചെയ്യണം. അത് മകളുടെ ഡ്യൂട്ടിയാണ്. എനിക്ക് പ്രത്യേകിച്ച് അതിന് ഡ്യൂട്ടിയൊന്നുമില്ല. കരോളുകാരൊക്കെ വരുമ്പോൾ അവരെയൊക്കെ സ്വീകരിക്കും, അവർക്കൊക്കെ മധുരം കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ചെയ്യാറ്. അപ്പൊ ക്രിസ്മസ് വൈബ് തുടങ്ങുന്ന ഒരു ദിവസമാണ് ഡിസംബർ 1-ന്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഡിസംബർ മാസം, കഴിഞ്ഞ വർഷം ഡിസംബർ മാസത്തില് ഞങ്ങൾക്കൊരു മരണം ഉണ്ടായി. അതിന് മുമ്പ് അത് വളരെ പ്രതീക്ഷിക്കാത്ത ഒരു മരണമായിരുന്നു. ജയൻ ചേച്ചി, ഇവിടുത്തെ ഒരു സിസ്റ്ററിൻ്റെ മോള് ആകസ്മികമായി മരണപ്പെട്ടു. ഡിസംബർ 14 അത് 2023 ഡിസംബർ 14-ാം തീയതി മരിച്ചു. ഇപ്പം ഈ 14-ാം തീയതി വരുമ്പോൾ ആണ്ടാട്ടോ. അപ്പം അങ്ങനെ 2022 ജനുവരി 2-ാം തീയതി വളരെ വേണ്ടപ്പെട്ട ജ്യേഷ്ഠൻ്റെ മകളുടെ ഇങ്ങനെ വേറൊരു മോൻ മരിച്ചായിരുന്നു. പിന്നെ അങ്ങനെ കുറേ പ്രയാസങ്ങളൊക്കെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ച്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എല്ലാം നമ്മൾ കവറപ്പ് ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പം അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ആർക്കും അധികം ദുഃഖങ്ങളൊന്നും കൊടുക്കാതെ പുതുവത്സരം പിറക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം കേട്ടോ. ഓൺ അതെ. അപ്പം പിന്നെ കുറച്ച് പേർക്ക് കുറേ നാളായിട്ട് ഈ പറയുമ്പോൾ ഹായ് തരാമോ എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ വീക്കെൻഡിലാണ് എപ്പോഴും വീഡിയോ പരിപാടികൾ ഇവിടെ ചെയ്യണത്. വർക്കിംഗ് ഡേയിൽ ഒന്നും നടക്കൂല. ഞാൻ ഇതിൻ്റെ ABCD ചെയ്യാറില്ല. അപ്പോൾ ഇവിടെയുള്ള ദിവസങ്ങളിലാണ് ഈ പരിപാടി ചെയ്യണത്. അപ്പം അതുകൊണ്ട് വെയിറ്റ് ചെയ്ത് പിന്നെ നെക്സ്റ്റ് വീക്കെൻഡ് ആവുന്നവരെ നോക്കിയിരിക്കും. അപ്പോൾ ഓരോ വീക്കെൻഡിലും ഒരുപാട് പ്രോഗ്രാമുകൾ ഇപ്പോൾ ഉണ്ടായിരുന്നു ഈ ഒക്ടോബർ നവംബർ മാസങ്ങളിലൊക്കെ. അപ്പം എന്തെങ്കിലുമൊക്കെ കുക്കിംഗ് കഷ്ടിയൊക്കെ ചെയ്ത് വെക്കും. ഇതിനൊരവസരം കിട്ടാറില്ല. അപ്പം ഇന്ന് ഇവള് പറഞ്ഞു, ഇനി നീട്ടിക്കൊണ്ട് പോയാൽ പറ്റൂല, ഒരുപാട് പേര് ഹായ് ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. കമന്റിലും ഞാൻ കാണാറുണ്ട് കേട്ടോ. പക്ഷെ അതിനൊരു അവസരം കിട്ടാറില്ല. ഞാൻ പറഞ്ഞില്ല, എപ്പോഴും സാറ്റർഡേ സൺഡേ ഒക്കെ എന്തെങ്കിലും തടസ്സങ്ങളും ആവശ്യങ്ങളും വരണോണ്ട് അതിന് പോകും. പിന്നെ കാലത്ത് എഴുന്നേറ്റായിരിക്കും ചിലപ്പോൾ കുക്കിംഗ് നടത്തിയേച്ച് ഞങ്ങൾ പോണത്, വീഡിയോയ്ക്ക് വേണ്ടിയുള്ള കുക്കിങ്ങാണ്. അപ്പം പിന്നെ വന്നു കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇത് ചെയ്യലുണ്ടാവും നമ്മുടെ വീഡിയോസിന് വേണ്ടിയുള്ള. അപ്പോൾ അതിന് ടൈം കിട്ടിയില്ല. അപ്പം ഇന്ന് കുറച്ച് പേർക്ക് പെൻഡിങ് ആയിട്ട് കിടക്കണവർക്ക് ഹായ് പറയാൻ നിങ്ങളുടെ ഉദ്ദേശിച്ചാട്ടോ അവിടെ ഇരിക്കണേ, കുളിയൊക്കെ കഴിഞ്ഞാൽ. അപ്പോൾ ഓരോരുത്തരുടെ പേര് പറഞ്ഞു. ആദ്യത്തെ ആള് അനു മഞ്ജു പറഞ്ഞു, ഒരെണ്ണം കൂടെ പറഞ്ഞു. അർച്ചന ഫ്രം ദുബായ്. അനു മഞ്ജുവിനും അർച്ചന ഫ്രം ദുബായ് ഇട്ടേക്കണോണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. അർച്ചന ഫ്രം ദുബായ്ക്കും ഒരു ഹായ് തരുവാണേ. ഹായ് സ്വീകരിച്ചോളണോട്ടോ. ഓക്കെ. പിന്നെ നയന പ്രദീപ് സ്ഥിരം കമന്റ് കാണാറുണ്ട്. നയന പ്രദീപിനൊരു ഹായ് പറയുവാട്ടോ. ഹായ്. പിന്നെ അഞ്ജു ഫ്രം ദുബായ്. അഞ്ജു അപ്പൊ അർച്ചനയാണല്ലേ അത് പറഞ്ഞ. അഞ്ജു ഫ്രം ദുബായ്ക്ക് ഒരു ഹായ് പറയൂ. അപ്പൊ ദുബായിൽ സമയം എത്രയാണ്? അപ്പൊ ഇവിടെ ഞങ്ങൾക്ക് വൈകിട്ട് 7 മണി ആയിട്ടോ. ഓക്കെ, ഹായ്. പിന്നെ അർച്ചന CA. അർച്ചന CA ഹായ്. ബീന മത്തായി. ബീന മത്തായി, ഒരു ബീന മാത്തി വിടാറുണ്ട് കമന്റ്. ബീന മത്തായി ഹായ്. അഞ്ജന സിബി സ്ഥിരം കമന്റ് ഇടാറുള്ള ആളാണ്. അഞ്ജന സിബിക്ക് ഒരു ഹായ് പറയുവാണേ. ഇത്രയും ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ. പിന്നെ ഒരു ഞങ്ങളുടെ ഒരു വീണ KP ഉണ്ട് കേട്ടോ, സ്ഥിരം കമന്റ് തന്നെ. അങ്ങനെ പറഞ്ഞ നേരത്തെ പഴയ സബ്സ്ക്രൈബറാണ്. ഒരു കുശല എൻ്റെ കൂടെ ചോദിച്ചോട്ടെ, നിങ്ങളുടെ അവിടുത്തെ വൈക്കത്തഷ്ടമിയൊക്കെ കഴിഞ്ഞോ? വൈക്കത്തഷ്ടമിയൊക്കെ നന്നായിരുന്നോ? അടിച്ചു പൊളിച്ച് കാണൂലോ അല്ലേ? ഇപ്പൊ വീണ KP ഞങ്ങൾക്ക് പല സംശയങ്ങൾക്കും മറുപടി കമന്റിലൂടെ തരാറുണ്ട്. കൂടാതെ ഞങ്ങളുടെ മകളെ 1-2 പ്രാവശ്യം ഷോപ്പുകളിലൊക്കെ വെച്ച് കണ്ടു, അന്വേഷണങ്ങളൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞു. വളരെ സന്തോഷം കേട്ടോ. അപ്പൊ വൈക്കത്തഷ്ടമി പേപ്പറിൽ ഇതിലൊക്കെ വായിച്ച് ഞാൻ മനസ്സിലാക്കിയായിരുന്നു വൈക്കത്തഷ്ടമിയുടെ കാര്യം. അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. പിന്നെ വേറൊരു അഞ്ചു കുഞ്ഞപ്പനുണ്ട്. പിന്നെ അങ്ങനെ കുറെ പേരുണ്ട് ഞങ്ങളുടെ സ്ഥിരം കമന്റ് ചെയ്യുന്നവർ അവരൊക്കെ കേട്ടോ. പിന്നെ ഞാനൊരു മറന്നുപോയി, പേരൊക്കെ മറന്നു പോകും. കുറെ പേര് അങ്ങനെ ഒരുപാട് കമന്റുകൾ ഇടണം. പഴയ മേരി KJയും റീന ജെയും. പിന്നെ പുതിയ ഒരുപാട് പേരുണ്ട്. അതുകൂടാതെ പഴയ ഒരുപാട് പേരുണ്ട്. നമുക്ക് ഒരുപാട് പേരുണ്ട്. അതില്
ഞാൻ മറന്നുപോയി പേരിപ്പോ ചിലരുടെ പേരിങ്ങനെ ഓർത്താ കിട്ടണില്ല. അപ്പൊ എല്ലാരും സുഖമായിരിക്കണല്ലോ. അതെ, എല്ലാ പ്രിയപ്പെട്ടവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. സ്ഥിരം കമന്റ് ഇടുന്ന എല്ലാവർക്കും ഞങ്ങളുടെ പ്രത്യേകം ഹായ് കേട്ടോ. അതുകൂടാതെ എല്ലാവർക്കും ഒരു ക്രിസ്മസ് ആശംസ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു. ഡിസംബർ 1 ആയോളൂ, എങ്കിലും അഡ്വാൻസ് ആയിട്ട് തരണം. എല്ലാവരും സുഖവും സന്തോഷവുമായിട്ട് ഇരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ക്രിസ്മസ് ഷോപ്പിംഗ് ഉടനെ തന്നെ ആരംഭിക്കുകയാണ് എന്നുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഷോപ്പ് ചെയ്യാനില്ല. ഞാൻ ഒരുപാട് സാധനങ്ങൾ മേടിച്ച് ഒരാളല്ല. നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങിക്കുകയോ അത് കൈകാര്യം ചെയ്യുകയോ ചെയ്യുക. കഴിഞ്ഞ വർഷത്തെ ബൾബും സ്റ്റാറും എല്ലാം ബ്രാൻഡ് ന്യൂ ആയിട്ട് ഇരിപ്പുണ്ട്. അതൊക്കെ ആവശ്യം കഴിയുമ്പോൾ ഇവള് തന്നെ ട്രീന്നൊക്കെ അഴിച്ച് കവറുകളിൽ കെട്ടി ബർത്ത് ഷെൽഫിൽ വെച്ചിരിക്കും. അതൊക്കെ ഓൾറെഡി നല്ലതാണ്. പിന്നെ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ മേടിച്ച് പുതുമയുള്ള 1-2 ഐറ്റം ഒക്കെ മേടിച്ച് ട്രീയിൽ തൂക്കണമെന്ന് ഇവൾ എന്നോട് പറഞ്ഞതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ്. കഴിഞ്ഞ വർഷത്തെ സംഗതികളൊക്കെ ന്യൂ ആയിട്ടായിരിക്കണം കേട്ടോ. അപ്പം ചെറുതായിട്ട് ഷോപ്പിംഗ് ഉണ്ടാവും, അത് നിങ്ങളെ കാണിക്കാം കേട്ടോ. അല്ലാണ്ട് ഒത്തിരി ഇങ്ങനെ ഷോപ്പിംഗ് ചെയ്യുന്നതിനോട് ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് വലിയ താല്പര്യമില്ല. കാരണം ഉള്ള സാധനം നമുക്ക് ഉപയോഗിക്കുക, അത് പഴയതാകുമ്പോൾ മാറ്റിയിട്ട് വേറെ ഉപയോഗിക്കുക എന്നുള്ള പോളിസിക്കാരിയാണ് ഞാൻ. പിന്നെ പുതുമയുള്ള എന്തെങ്കിലുമൊക്കെ പിന്നെ വീഡിയോ ഒക്കെ ചെയ്യണത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ മേടിക്കും, അത് നിങ്ങളെ കാണിക്കാം കേട്ടോ. ബ്രോഡ്വേയിൽ ചെന്നാൽ തിരക്കായിരിക്കും. ഞങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പോണുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ വലിയ പ്രതീക്ഷകൾ വേണ്ട, വേറെ അതെ. പിന്നെ കൂടുതൽ സാധനങ്ങൾ മേടിച്ച് ആർപ്പാട് കാണിച്ചു കഴിഞ്ഞാൽ അത് ശരിയല്ല എന്ന് പോളിസിയിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കാഴ്ചകൾ കാണിക്കാം, അതിനൊരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ. അവിടെ വലിയൊരു ക്രിസ്മസ് വില്ലേജ് പോലെയാണ് ശരിക്കും. ലുലുവിലൊക്കെ ആക്കിന്ന് തോന്നുന്നു. ബ്രോഡ്വേ മാർക്കറ്റ് എന്തായാലും ഞങ്ങൾ മുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ദൂരം നടന്നു കഴിയുമ്പോൾ ആൾക്കാരുടെ ഇടി തുടങ്ങുമ്പോൾ ഞാൻ മാറി നിൽക്കും. തിരക്കാകുമ്പോഴത്തേക്കും ഭയങ്കര ഇടിയെ നമ്മളെയൊക്കെ ഇടിച്ചിട്ട് വെച്ചു പോകും. ഞാൻ ഒരു കാലഘട്ടത്തിൽ ഞാനും ഇടിക്കുമായിരുന്നു നടന്ന്. പക്ഷെ ഇപ്പൊ വണ്ടി ഓടാൻ എങ്കിലും ഞാൻ 3 ഇടിക്കും. ഇപ്പൊ നിങ്ങൾക്ക് കാഴ്ചകൾ കാണാം കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കണം. ഓക്കെ, അപ്പൊ എല്ലാവരും ഞങ്ങളുടെ ഹായ് സ്വീകരിച്ചതായിട്ട് കരുതണം കേട്ടോ. ഇപ്പൊ സന്തോഷം. ഇത് മാത്രല്ല, നമുക്ക് മെസ്സേജ് ചെയ്യുന്ന സ്ഥിരമായിട്ട് നല്ല നല്ല കമന്റുകൾ അയക്കുന്ന എല്ലാവർക്കും, എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മളുടെ വക ഹായ് ഉണ്ട് കേട്ടോ. ഒരുപാട് പേരുണ്ട്, ഒരുപാട് സീനിയർ ആയിട്ടുള്ളവരൊക്കെ ഉണ്ട് നമ്മുടെ വീഡിയോ കാണുന്നത്. അത് നമ്മുടെ വീഡിയോസ് കാണുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ് പറയണം കേട്ടോ. ഓക്കെ.